കുറ്റകൃത്യം അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ്, പ്രോസിക്യൂഷൻ അതിനൊക്കെയുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടിയിൽ എങ്ങനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം, ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ വീണാ വിജയനും CMRL-നും KSIDC-ക്കും കുരുക്കുകളേറെയാണ്. അന്വേഷണം ഏറ്റെടുക്കുന്ന SFIO ഇതൊരു നടക്കി പോണ ലക്ഷണില്ല, ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാരൻ തന്നു വിട്ടിരിക്കുന്നതേ കൂട്ടിക്കൊണ്ടു പോകാനാ. വേഗം വാ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നേരിട്ട് അവർക്ക് പരിശോധന നടത്താം, കമ്പനി പ്രതിനിധികളെ വിളിച്ചു വരുത്താം. കുറ്റകൃത്യം അത് തെളിഞ്ഞു കഴിഞ്ഞാൽ താനൊന്നും മിണ്ടാതിരിക്കണ്ട, ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോണു. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ. അറസ്റ്റ്, പ്രോസിക്യൂഷൻ അതിനൊക്കെയുള്ള അധികാരം അവർക്കുണ്ട്. കൈകൾ ശുദ്ധമാണെന്ന് ഇന്നലെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൈകൾ ശുദ്ധമാണെന്ന് ഇന്നലെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ, അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. കമ്പനി തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ടാണെന്നുള്ള ROC ബംഗളൂരു വീണാ വിജയന് കൃത്യമായി വിശദീകരണം നൽകാൻ അവസരം നൽകിയിട്ടും എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കൃത്യമായുള്ള വസ്തുതകളൊന്നും തന്നെ അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല. കയറ് കിട്ടൂ, എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. അറസ്റ്റ് വരെ ചെയ്യാനുള്ള സാധ്യത. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. ഇതിൽ CMRL-ഉം KSIDC കൂടി അന്വേഷണ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ്. ഞാനൊരു പാവാ, എന്നെ അനാവശ്യമായി തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. മുഖ്യമന്ത്രിയിലേക്ക് വരെ വേണമെങ്കിൽ ഈ അന്വേഷണം പോകാം എന്നുള്ളതാണ്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. അങ്ങനെ പറയരുത് പ്ലീസ്. ഞാൻ പോകുന്നു. ബൈ.